നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ആ ഒരു സമയത്ത് രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടായിരുന്നെങ്കിലോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അഖണ്ഡജ്യോതി മാസികയിൽ നിന്നുള്ള അത്തരമൊരു കാലാതീതമായ ജ്ഞാനമാണ്. ഇത് രാജ്യത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ്. അപ്പോ ഒന്നോർത്തു നോക്കൂ, സമയം 1947 ഡിസംബറാണ്. രാജ്യം വിഭജനത്തിന്റെ വേദനയിൽ നിന്ന് കരകയറി ഒരു പുതിയ ഭാവിക്കായി ഒരുങ്ങുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഗുരുദേവ് കെട്ടിടങ്ങൾ പണിയുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവിനെ എങ്ങനെ കെട്ടിപ്പടുത്താം എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ആശയങ്ങൾ ഇന്നത്തെ കാലത്തും എത്രത്തോളം പ്രസക്തമാണെന്ന് നമുക്ക് കാണാം. നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഒരു രാജ്യത്തെ ശരിക്കും ശക്തമാക്കുന്നത്? അതിന്റെ സൈന്യമാണോ? സാമ്പത്തിക ശക്തിയാണോ? അതോ ഇതിനെല്ലാം അപ്പുറം മറ്റെന്തെങ്കിലുമുണ്ടോ? ഗുരുദേവിന്റെ ഉത്തരം ഒരുപക്ഷെ നമ്മളെ ശരിക്കും ചിന്തിപ്പിച്ചേക്കാം. 1947 ഗുരുദേവ് പറഞ്ഞ പുനർനിർമ്മാണം എന്ന് പറയുന്നത് വലിയ കെട്ടിടങ്ങളോ റോഡുകളോ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചായിരുന്നില്ല. അത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സ്വഭാവത്തെക്കുറിച്ചായിരുന്നു. അവിടെയാണ് യഥാർത്ഥ ശക്തിയുടെ ഉറവിടം. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും കാതൽ. ഒരു രാജ്യത്തിന്റെ കരുത്ത് എന്നത് അതിലെ ഓരോ പൗരന്റെയും സ്വഭാവശുദ്ധിയുടെയും ആത്മീയ ഫലത്തിന്റെയും ആകെ തുകയാണ്. എന്നുവെച്ചാൽ ഉത്തരവാദിത്തം സർക്കാരിനു മാത്രമല്ല, അത് നമ്മൾ ഓരോരുത്തർക്കും കൂടിയാണ്. അപ്പോൾ ശരി, ഈ വലിയ രാഷ്ട്രനിർമ്മാണം അതെവിടുന്നാ തുടങ്ങേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. അത് നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ മാറ്റമാണ് എല്ലാറ്റിൻ്റെയും അടിത്തറ. യഥാർത്ഥ പുരോഗതി തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിലെ ഈ പോരാട്ടത്തിൽ വിജയിക്കുമ്പോഴാണ്. ഒരു വശത്ത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ദുശ്ശീലങ്ങളുടെയും സ്വാർത്ഥതയുടെയും ചങ്ങലകൾ, മറുവശത്ത് നമ്മളെ സ്വതന്ത്രരാക്കുന്ന നല്ല ചിന്തകളും സദ്ഗുണങ്ങളും. ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് കാര്യം. ഇനി ഈ ആശയം വളരെ രസകരമാണ്. നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ശരീരത്തെ വരെ നേരിട്ട് സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ഗുരുദേവ് പറയുന്നത്. നമ്മൾ ഇന്ന് പറയുന്ന ആ മൈൻഡ് ബോഡി കണക്ഷനില്ലേ, അത് തന്നെ. ദേഷ്യം, പേടി പോലുള്ള ചിന്തകൾ ശരീരത്തിൽ വിഷം പോലെ പ്രവർത്തിക്കും. അതേസമയം സമാധാനവും സ്നേഹവും അതിനെ കൂടുതൽ ശക്തമാക്കും. അപ്പോൾ ആദ്യം നേടേണ്ടത് ഈ ആന്തരിക ശക്തിയാണ്. അപ്പോൾ ആരാണ് ഒരു യഥാർത്ഥ ജ്ഞാനി അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ? കുറേ പുസ്തകങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ജ്ഞാനിയാവുന്നില്ല. യഥാർത്ഥ ജ്ഞാനമെന്നത് നമ്മുടെ പ്രവൃത്തികളിലൂടെയും നിസ്വാർത്ഥമായ ജീവിതത്തിലൂടെയും പുറത്തുവരുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അറിവ് പ്രവൃത്തിയിൽ കാണിക്കണം. ശരി, വ്യക്തിപരമായ മാറ്റം വന്നുകഴിഞ്ഞാൽ അടുത്ത ചോദ്യം ഇതാണ്. ജീവിതത്തിൽ പല വഴികൾ മുന്നിൽ വരുമ്പോൾ ഏത് പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? ഇവിടെയാണ് ആദർശങ്ങളുടെ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട്. ഒന്ന് പ്രേയ എന്ന് പറയും, അതായത് താൽക്കാലിക സുഖങ്ങളുടെ വഴി. മറ്റൊന്ന് ശ്രേയ, അതായത് ശാശ്വതമായ നന്മയുടെ വഴി. ആദ്യത്തേത് എളുപ്പമായി തോന്നാം, പക്ഷെ സന്തോഷം അധികനേരം നിലനിൽക്കില്ല. രണ്ടാമത്തെ വഴിക്ക് ചിലപ്പോൾ അച്ചടക്കവും ത്യാഗവും വേണ്ടിവരും, പക്ഷെ അത് നൽകുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത സംതൃപ്തിയാണ്. ഈ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത്. ഈ ശ്രേയാ മാർഗമില്ലേ, ആ നല്ല പാത, അതിനെയാണ് ഈ വാക്കുകൾ ശരിക്കും ഉറപ്പിക്കുന്നത്. നിസ്വാർത്ഥമായ സേവനവും ത്യാഗവുമാണ് ഏറ്റവും ഉയർന്ന ആദർശങ്ങൾ. ഇത് നമ്മുടെ സ്വഭാവത്തെ മാത്രമല്ല, ശക്തമായ ഒരു സമൂഹത്തെ കൂടി ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോ നമ്മൾ വ്യക്തിപരമായി വളർന്നു. ഇനി ആ ശക്തിയെ എങ്ങനെ സമൂഹത്തിനു വേണ്ടി ഉപയോഗിക്കാം? കാരണം ഉള്ളിലെ മാറ്റം പുറം ലോകത്തും ഒരു പ്രതിഫലനമുണ്ടാക്കണം, അല്ലേ? ഇവിടെയാണ് ഗുരുദേവ് വളരെ ശക്തമായൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. 100 കൈകൾ കൊണ്ട് സമ്പാദിക്കുക, പക്ഷേ 1000 കൈകൾ കൊണ്ട് തിരികെ കൊടുക്കുക. അതായത് നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റുക എന്നതല്ല, മറിച്ച് സമൂഹത്തിന് തിരികെ നൽകുക എന്നതാണ്. നമ്മുടെ കഴിവും സമ്പത്തും മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള ഒരു വലിയ ആഹ്വാനമാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം? കേവലം അറിവുള്ളവരെ ഉണ്ടാക്കുകയല്ല, മറിച്ച് നല്ല സ്വഭാവവും ഉത്തരവാദിത്ത ബോധവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ്. സ്വഭാവത്തിനും സേവനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഗുരുദേവ് അന്ന് വിഭാവനം ചെയ്തത്. നമ്മൾ ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് മനുഷ്യജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം? സ്വർഗത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ചില ധാരണകളുണ്ട്, അല്ലേ? പക്ഷേ ഈ സ്ലൈഡ് ആ ധാരണയെ അപ്പാടെ മാറ്റിമറിക്കും. സ്വർഗമെന്നത് മരണശേഷം പോകുന്ന ഒരിടമല്ല, മറിച്ച് ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ നല്ല പ്രവൃത്തികളുടെയും ചിന്തകളിലൂടെയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സമാധാനപരമായ അവസ്ഥയാണ്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ സ്വർഗത്തെ തീരുമാനിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ആത്മസമർപ്പണം,
അതായത് നമ്മുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറം ഒരു വലിയ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിക്കുക. ഞാനെന്ന ഭാവം ഉപേക്ഷിച്ച് എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ സംതൃപ്തി ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഒരു രാഷ്ട്രത്തിന്റെ യഥാർത്ഥ സമ്പത്ത്. ശരി, നമ്മൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ? ഇനി നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പാകത്തിന് 1947 ഈ ജ്ഞാനത്തിൽ നിന്നുള്ള പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഓർക്കേണ്ട കാര്യം ഇതാണ്: ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി അതിലെ ഓരോ പൗരനിലുമാണ്. ആ ശക്തി കണ്ടെത്താൻ നമ്മൾ ആദ്യം ഉള്ളിലെ ദുശ്ശീലങ്ങളെ മാറ്റി നല്ല ചിന്തകളെ സ്വീകരിക്കണം. എപ്പോഴും താൽക്കാലിക സുഖത്തിനു പകരം നന്മയുടെ വഴി തിരഞ്ഞെടുക്കുക. കാരണം അറിവിനേക്കാൾ പ്രധാനം ധാർമ്മികമായ ജീവിതമാണ്. ഈ ഒരു ആന്തരിക വളർച്ച കിട്ടിക്കഴിഞ്ഞാൽ അത് സമൂഹത്തിനുള്ള സേവനമായി മാറണം. കാരണം ത്യാഗവും സേവനവുമാണ് നമ്മുടെ ഏറ്റവും ഉയർന്ന ആദർശം. നമ്മൾ നേടുന്നതെന്തും അത് പങ്കുവയ്ക്കാനാണ്. അവസാനം നമ്മുടെ ഞാൻ എന്ന ചിന്തയെ ഒരു വലിയ ലക്ഷ്യത്തിനായി സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ സന്തോഷം നമ്മൾ കണ്ടെത്തുന്നത്. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചോദ്യം നിങ്ങളോടാണ്. രാഷ്ട്രനിർമ്മാണമെന്ന ഈ വലിയ കാര്യത്തിൽ നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കും? ഒരുപക്ഷെ അതൊരു ചെറിയ ശീലം മാറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ചിന്ത ശീലിക്കുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ മറ്റൊരാളെ സഹായിക്കുന്നതായിരിക്കാം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്.